പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുന്നതിനിടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചിടിപ്പുയർത്തുന്ന ഒരു വാർത്ത ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ആ വാർത്ത വ്യാജ ID കാർഡ് കേസുമായി ബന്ധപ്പെട്ടാണ്. വ്യാജ ID കാർഡ് കേസിൽ പോലീസ് ഏറെക്കാലമായി കാത്തിരുന്ന സാങ്കേതിക പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ ID കാർഡുകൾ, ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചു എന്ന കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ വ്യാജ ID കാർഡുകൾ, അതും ഒന്നും രണ്ടുമല്ല 8ഓളം വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചതായി തെളിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, അതോടൊപ്പം ഈ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച ID കാർഡുകൾ ഡൗൺലോഡ് ചെയ്തതായും അതിനുശേഷം ഈ ID കാർഡുകളിലെ പേരും ഫോട്ടോയും മാറ്റി അത് യൂത്ത് കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ, സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതായുമുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ വ്യാജ ID കാർഡ് കേസിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ തടസ്സമായി നിന്നിരുന്നത് ഈ സാങ്കേതിക പരിശോധനാ ഫലം വൈകിയത് തന്നെയായിരുന്നു. ആ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ വ്യാജ ID കാർഡ് കേസിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളും ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാടായ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ ആയിരുന്നു. അതിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്നത് പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം കിയ കാറിലായിരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. അതെല്ലാം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു വിവരം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത്. മാധ്യമങ്ങളിൽ ചിലതെങ്കിലും ഇതിനോടകം ആ വാർത്ത ചെറിയ തോതിലെങ്കിലും നൽകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഒരു രാജ്യദ്രോഹത്തിന് സമാനമായ കുറ്റകൃത്യമാണ് വ്യാജ ഇലക്ഷൻ ID നിർമ്മിക്കുക എന്നത്. അതിൽ 1.25 ലക്ഷത്തോളം വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചു എന്നാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരം. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് മറ്റ് സംഘടനകളിലെ DYFIയോ മറ്റേതെങ്കിലും സംഘടനകളിലെ സമ്മേളനങ്ങളെപ്പോലെ ഒരു ചിലവ് കുറഞ്ഞ പ്രക്രിയയല്ല. ഒരു മെമ്പർഷിപ്പ് ചേർക്കുന്നതിന് അല്ലെങ്കിൽ ഒരു വോട്ട് ചേർക്കുന്നതിന് 50 രൂപയാണ് ചിലവാകുന്നത്. അതായത് 1 ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ 50 ലക്ഷം രൂപ. അത്തരത്തിൽ 1.25 ലക്ഷം വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ചെടുത്തുവെങ്കിൽ 1.25 ലക്ഷം വോട്ടിന് 50 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ചു ഈ വ്യാജന്മാർ എന്നുകൂടി ഒരർത്ഥമുണ്ട് എന്ന് ജനം മറക്കാതെ പോകണം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ വഴിത്തിരിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിലിപ്പോൾ പിടിക്കപ്പെട്ട പ്രതികൾ വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത, ഇതേ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിലെ വ്യാജ ID കാർഡ് കേസിൽ അറസ്റ്റിലായ ഒരു പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ബ്ലൂ ട്രോളി ബാഗുമായി പാലക്കാടിലെ ഹോട്ടലിൽ എത്തുന്നത്. ആ CCTV ദൃശ്യങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു. ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന് ഉൾപ്പെടുന്ന കുറ്റകൃത്യമാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്ന നിലയിൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ വ്യാജ ID കാർഡ് കേസ് പുറത്തു വരുന്നത് തന്നെ യൂത്ത് കോൺഗ്രസിലെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായിരുന്നു. യൂത്ത് കോൺഗ്രസിലെ തന്നെ പരാജയപ്പെട്ട ഒരു വിഭാഗം അഖിലേന്ത്യാ നേതൃത്വത്തിന്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനടക്കം നൽകിയ പരാതിയിൽ ആരോപിച്ചത് ബംഗളൂരുവിലെ ഒരു PR ഏജൻസിയുടെ സഹായത്തോടെ വ്യാജ ID കാർഡുകൾ നിർമ്മിക്കാൻ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ഇവർ രൂപപ്പെടുത്തിയെന്നും ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആണ് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇവർ അട്ടിമറിച്ചത് എന്നുമായിരുന്നു ഇവർ പുറത്തു കൊണ്ടുവന്ന വിവരം. അതിൻ്റെ ഭാഗമായി ഈ പരാതി നൽകിയ കൂട്ടർ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ വ്യാജ ID കാർഡുകൾ നിർമ്മിച്ച
തെളിവ് സഹിതം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും ആ പരാതി മുക്കുന്ന നടപടിയായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് പോലും ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ആ വിവരങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡുകൾ ഉപയോഗിക്കപ്പെട്ടു എന്ന കാര്യം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത് ഈ വ്യാജ ID കാർഡുകളുടെ സഹായത്തോടെ ആണോ എന്ന കാര്യം മാത്രമാണ് തെളിയിക്കപ്പെടാൻ ബാക്കിയുള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചിടിപ്പുയർത്തുന്ന ഒരു വാർത്തയാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ.